ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് നിൽക്കുന്നത് ഇവിടെ അതിമനോഹരമായ ഒരു പശുവിൻ്റെ ഒരു തൊഴുത്തിലാണ് നിൽക്കുന്നത്. അത് നമുക്ക് നിങ്ങളടുത്തും കൂടെ കാണിക്കണമെന്ന് തോന്നി. രാവിലെ വന്ന് പശുവിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിരിക്കും. ഈ ഇങ്ങനെ കമ്പികളൊക്കെ വെച്ചിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കെട്ടും. ഇവിടുത്തെ ചേച്ചി, ഇതിൻ്റെ നോക്കുന്ന ചേച്ചി രാവിലെ വന്നപ്പോൾ ഓരോന്നായിട്ട് റെസ്പെക്റ്റ്ഫുൾ എണീക്കുന്നത് കാണാമായിരുന്നു. എല്ലാം ഭയങ്കര ഇതിലെന്ന് ആ ചേച്ചി ഇപ്പോൾ വരുന്നത് വയ്ക്കോല് തരാനാണെന്നാണ് പറഞ്ഞത്. അത് കാരണം ഈ ചേച്ചി വന്നപ്പോൾ എല്ലാം ഇങ്ങനെ ചാടി എണീക്കുന്നുണ്ടായിരുന്നു. അതാ പൊങ്കലിന്, മാട്ടുപൊങ്കലിന് തലയിൽ പച്ച കൊമ്പ്, പച്ചയും ചുവപ്പും, ഇതിന് ഭയങ്കര അലങ്കാരമാണ് മാട്ടുപൊങ്കൽ. ഞാൻ നിങ്ങൾക്ക് അതൊക്കെ വീഡിയോ വരുന്ന ദിവസങ്ങളിലൊക്കെ അയച്ചു തരും കേട്ടോ. അത് ഇയാളിതാ ഇത്തിരി ചട്ടമ്പിയാണെന്ന് തോന്നുന്നു. എന്നെ കണ്ടപ്പോൾ മുന്നിലോട്ട് തലയിൽ കൊമ്പില്ല, എന്നിട്ട് മുട്ടാൻ വരുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ വരുന്നത്. എന്നിട്ട് ഇയാളിവിടെ ഒറ്റയ്ക്കിരിക്കുക, തണലത്താണ് ഇയാളിരിക്കുന്നത്. ഞാൻ എന്നിട്ട് ഇവരിപ്പം ബാക്കിയുള്ളതും കൂടെ കാണിക്കുന്നുണ്ടാവും എന്താ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ വയ്ക്കോലും കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് രാവിലെ തവിടിടാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് കെട്ടുമെന്നാണ്. തവിടിടാനായിട്ട് കെട്ടി പാലൊക്കെ കറക്കാനായിട്ടൊക്കെ വരുമ്പോൾ ഇവിടെ കെട്ടിയിരിക്കും. അത് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ കണ്ട ടയറ് മണ്ണിൽ ഇറക്കി വയ്ക്കും. എൻ്റെ വാട്ടർ ടാങ്ക് ടയറ് മണ്ണിലോട്ട് ഇങ്ങനെ വട്ടത്തിൽ നന്നായിട്ട് ഇറക്കി വെച്ചിട്ട് അതിലോട്ടാണ് പശുവിനെ കെട്ടണമെന്നാണ് പറയണത്. അവിടെ ഒരു ചെറുത് കാണുന്നത് മറ്റേ കിടാവനായിരിക്കും. എന്നിട്ട് നല്ല ഭംഗിയായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇവിടെ 5-6 എണ്ണം ഇതിൽ വരെയായിരിക്കും. മറ്റേ ആളെ വെയിലത്ത് നിന്ന് അതൊക്കെ ഇവിടെ ഭയങ്കര സ്നേഹമായിട്ട് നോക്കും കേട്ടോ. വെയിലത്തൊന്നും കെട്ടിയിട്ടൊന്നും അങ്ങനെ പോവില്ല. ഇത് ചേച്ചി ആദ്യം കൊണ്ടുവന്ന് എല്ലാം അവിടെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഓരോ പശുവിനെ ഇതിനകത്തോട്ട് കെട്ടാനായിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ഇട്ടിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമ്മൾ ഓരോന്നും ഫുള്ളായിട്ട് കിട്ടുന്നത് കാണിച്ചു തരാം. വയ്ക്കോലും വേണ്ട ഇപ്പോഴൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ആ മെഷീൻ വെച്ച് റോൾ ചെയ്ത് കൊണ്ടുവരുന്നത്. റോൾ ചെയ്ത് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വേനൽക്കാലത്തൊക്കെ ആകുമ്പോൾ ഇതിനെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. ചിലപ്പം എങ്ങനെയാണെന്നറിയില്ല, ചിലപ്പോൾ കത്തുന്നെന്നൊക്കെ പറഞ്ഞേക്കാം, തീ പിടിച്ചു പോയി എന്നൊക്കെ ഒച്ചെടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് കല്യാണം കഴിഞ്ഞ് വന്നിടയ്ക്ക് എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. എന്തോ ഭയങ്കര സംഭവമാണെന്ന് ഞാൻ വിചാരിച്ചു പോയി. പിന്നെയാണ് മനസ്സിലായത് അത് വയ്ക്കോല് തീ പിടിച്ചു പോയി. ആ വേനലിൽ നന്നായിട്ട് ഉണങ്ങിക്കിടക്കില്ലേ. ഇതേ കുറച്ച് പക്ഷികൾ കാണുന്നുണ്ട് കേട്ടോ. ഏതോ തരം കുരുവിയാണ്, നിങ്ങൾക്ക് കാണിക്കാം. എനിക്ക് ഇതിലൂടെ ഈ കാഴ്ചകൾ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അയാൾ 2 പേര് അവിടെ ഉണ്ട്. ഇവിടെ ഒന്ന് നോക്കുമ്പോൾ തന്നെ ഞാൻ ഇനി ഒരാളും കൂടെ ഉണ്ടോ എന്ന് എപ്പോഴും സെർച്ച് ചെയ്യാറുണ്ട്. 2 എണ്ണം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബേർഡ് വാച്ചറാണെന്ന്. ഇവിടെ ടാങ്കിൻ്റെ അവിടെ ഉണ്ട്. സൈലൻസ് കീപ്പ് ചെയ്യേണ്ടി വരുന്നു എനിക്ക്. എന്നിട്ട് എനിക്ക് ഈ ചുമരുകൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചു നാളിലൊക്കെ ഞങ്ങളിങ്ങനെ തമിഴ്നാട്ടിൽ എൻ്റെ സ്ഥലങ്ങളിലത്തൊക്കെ പോകുമ്പോൾ ഈ ചുമര് കാണുമ്പോൾ അത് ഭയങ്കര എനിക്കൊരു രസമാണ്. ഈ ഓപ്പണായിട്ട് വെച്ചാൽ നമ്മളുടെ ഒരു 2-3 അടിയുടെ ഉണ്ടാവുള്ളൂ പൊക്കം അതിന്. അപ്പം നമുക്ക് പുറത്തോട്ട് കാണുകയും ചെയ്യാം, എന്നാൽ ഒരു ബൗണ്ടറി ഉണ്ടാവുകയും ചെയ്യും. അതൊക്കെ ഒരു ഭയങ്കര രസമുള്ളതാണ്. ഇങ്ങനെ എല്ലാം കെട്ടി തൂക്കിയിരിക്കുന്നത്. ഇത് പശുവിനെ കണ്ണ് തെറ്റാതിരിക്കാനായിട്ട് നമ്മൾ ആ കറ്റാർ വാഴ ഇട്ടിരിക്കുന്നു. അതിന് വെയിൽ കിട്ടാതിരിക്കാനായിട്ട് അതിൻ്റെ ഷെഡ് നല്ല ഭംഗിയായിട്ട് പണിതിട്ടുണ്ട്. ഈ നാടൻ കാഴ്ചകളൊക്കെ കുട്ടിക്കാലം ഓർമ്മിപ്പിക്കുന്നതാണ്. നമ്മൾ വലിയ വലിയ കെട്ടിടങ്ങളിലൊക്കെ ഇരുന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര മനോഹരമായിട്ട് എനിക്ക് തോന്നും. ഞാനിതൊക്കെ ഓരോന്നും ഫീൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാഴ്ചകളാണ്. എനിക്കങ്ങനെ ഒത്തിരി ഫോറിൻ ടൂർ പോകണമെന്നില്ല. ഫോറിൻ ടൂർ വരെ ഇൻറ്റീരിയറായിട്ടൊക്കെ പോകുന്നതൊക്കെ ഇഷ്ടമാണ്. അതൊക്കെ കാരണം ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. ഇപ്പോൾ ഇനിയിപ്പോൾ ആ ചേച്ചി ഒരു പശുവിനെ കൊണ്ടുപോയി അവിടെ കെട്ടി. ഒരെണ്ണം വെള്ളം വേണമെന്ന് പറഞ്ഞ് അതിന് വെള്ളം കുടിക്കും. അമ്മ ഇപ്പം തണ്ണി കുടിപ്പേങ്കിലാ അമ്മ? ഓ, ഇയാൾ മാത്രമേ രാവിലെ കുടിച്ചില്ലാന്ന്. എന്നമ്മ പോട്ടിരിக்கிறേങ്ക അതിൽ തവിടിട്ടിട്ടുണ്ട്. പിന്നെ കാലിത്തീറ്റകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ മറ്റേ പരുത്തിയുടെ കോട്ടൺ സീഡല്ലേ, അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് മോഹം അങ്ങ് ഇറക്കി കുടിക്കുന്നുണ്ട്. നല്ല ദാഹിച്ചെന്ന് തോന്നുന്നുണ്ട്. വാവ്, അയാൾക്ക് ഭയങ്കര ഒരു ആശ്വാസമായി കേട്ടോ. അയാൾ ഹാപ്പിയായി. വെള്ളം കിട്ടുമ്പോൾ നമുക്കുള്ളത് നമുക്കറിയാമല്ലോ. ദാഹിച്ചിരിക്കുമ്പോൾ വെള്ളം കിട്ടുമ്പോൾ ഉള്ള സന്തോഷം
അതായത് മുഖം അങ്ങോട്ടേക്ക് ഇറക്കി അങ്ങ് ശ്വാസം പിടിച്ചങ്ങ് വെള്ളം മൊത്തം കുടിക്കുന്നുണ്ട്. വാ, സ്നേഹത്തോടെ അപ്പുറത്ത് വെള്ളം തന്നവരെ നോക്കുന്നുണ്ട് കേട്ടോ. ഉങ്ങളെ പാസமாக പാക്കുത് തണ്ണി കൊടുത്തിറതുക്ക് തിരുമ്പി പാക്കുത് എന്നെ എല്ലാം നോക്കണത് കേട്ടോ. പുതിയ ആളാണെങ്കിൽ ഇതേ എന്നെ നോക്കി സന്തോഷം. ഇതേ ഇനി വെള്ളം മതി, സാധാരണ പ്ലെയിൻ വാട്ടർ കുടിക്കട്ടെ, ഞാൻ അപ്പുറത്ത് പോവാം കേട്ടോ. സന്തോഷമായി അയാളെ കാണുമ്പോൾ, അതിനൊരു ആശ്വാസം കിട്ടിയില്ലേ അല്ലേ. അയാൾ ഒരാളവിടെ സെറ്റിലായി, അയാളിത് വൈക്കോല് കഴിക്കാൻ തുടങ്ങി. മറ്റേ രണ്ടാൾക്കാർ, ആ ചേച്ചി ഈ പശുവിനെ വെള്ളം കുടിപ്പിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് പിന്നെ മറ്റത് രണ്ടും കൂടെ ആ ചേച്ചി കൊണ്ടുവന്ന് കെട്ടും. ഇയാളാണോ ഇത്തിരി ചട്ടമ്പിയായിട്ടുണ്ടായിരുന്നേ, എന്നെ കണ്ട് മുട്ടാനായിട്ട് ഇങ്ങനെ ഒരു ഇത് കാണിച്ച്. കൊമ്പൊന്നും ഇല്ല. അപ്പുറത്തെ സൈഡ് വേറെ രണ്ടെണ്ണം അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു. അത് എന്നെ കണ്ടപ്പോഴേ ഞാൻ എന്തോ അതിന് ചെയ്യാൻ പോകണമെന്നുള്ള രീതിയിൽ അത് അങ്ങ് പേടിച്ചു പോയായിരുന്നു. ഇതൊന്ന് നോക്കൂ കൂട്ടുകാരെ. ഇത് ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പം ഈ ബോട്ടിലെല്ലാം ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നതിൻ്റെ കാരണം ഇത് ഈ കോല്, ഈ വടി ചീത്തയാവാതിരിക്കാൻ, ഇത് മുള കൊണ്ടാണ് വെച്ചിരിക്കുന്നത്. അത് വെള്ളം കയറിയൊക്കെ ചീത്തയാവാതിരിക്കാനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുക. അതിൻ്റെ ഡ്യൂറബിലിറ്റി കൂട്ടും, അത് കുറേ നാളുണ്ടാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിരിക്കുകയാണ്. ഞാനൊരു ചെറിയ കാഴ്ചയും കൂടെ കാണിക്കുന്നുണ്ട് നിങ്ങളെ. ഇയാൾ കണ്ട, അയാളെ തലയിൽ കൊമ്പില്ല, അയാൾ എൻ്റെ മുട്ടാവരണ പോലെ കണ്ണൊക്കെ മുഴിച്ച് കാണിക്കണുണ്ട് കേട്ടോ. ദേ കണ്ടില്ലേ, പുരി ഇത് നല്ല കനകാംബരം കണ്ടു, നല്ല പച്ചിപ്പൊടിയുടെ എന്ത് രസമായിട്ടാണ് നിൽക്കുന്നത്. അത് കാണിക്കണം തോന്നി കേട്ടോ ഫ്രണ്ട്സ്. എനിക്ക് വീണ്ടും സന്തോഷമാവുന്നുണ്ട്. ഓടിൻ്റെ പുറത്തൊക്കെ മയിൽ വന്നിട്ടുണ്ട്. ഒരു 4-5 പെൺമയിലാണ്. ഇപ്പം ഞാൻ എല്ലാം കുറേയൊക്കെ പഠിച്ചു കേട്ടോ. പെൺമയിലെ വന്ന് നിൽക്കണം നോക്കിക്കേ. എവിടെ പോയാലും നമുക്ക് ഈ കാഴ്ച ദൈവം തരുന്നുണ്ട്. ഞാൻ പശുവിനെ കാണിക്കാൻ വന്നതാണ്. സുന്ദരിമാർ ഇങ്ങനെ രാവിലെ വലം വെച്ച് നടക്കണുണ്ട്. ഇതാ പോണം, നിങ്ങൾക്ക് ഇത് കാണിച്ചിട്ടേ ഉള്ളൂ. ഇനി വേറെ എന്തോ പടലിൽ നിന്ന് പന്തലിച്ച് നിൽക്കുന്ന സ്ഥലത്താണ് ഇങ്ങനെ എല്ലാം രാവിലെ കയറി നിൽക്കുന്നത്. ഭയങ്കര ഹെഡ് വെയിറ്റോടു കൂടിയാണ് നിൽക്കുന്നത് കേട്ടോ. ഞാനൊരു സുന്ദരിയാണ് എന്നുള്ള മട്ടിൽ. 5 എണ്ണം ഉണ്ട് കേട്ടോ, എല്ലാം പെൺമയിലാണ്. ഞാൻ ബാക്കി അങ്ങനെ അതിലൂടെ പോയിട്ട് പതുക്കെ എത്ര കാഴ്ച നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നോ അത്രയും കാണിച്ചു തരാം. ആറെണ്ണം ഉണ്ട് കേട്ടോ. ഇത്തിരി പൊങ്ങച്ചക്കാരാ, ഒരു ഗ്യാങ്ങാണ്. 6 പേരുണ്ട്. നേരെ കിട്ടുന്നില്ല. നല്ല രസമായിട്ട് എനിക്ക് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കാണിക്കുന്നുണ്ട്. അത് നടക്കട്ടെ അല്ലേ. ഇനിയും നമുക്ക് കാണാം ഇതിന് ഇയാളെ. ഇവർ തൊട്ട് അടുത്ത് തന്നെയുള്ള ചുമരോടുകൂടി മറ്റേ വീടിൻ്റെ അവിടെ അടുത്തടുത്ത് തന്നെ ഉള്ളവരാണ്. ഇയാളാണെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ. ഈ ഫസ്റ്റ് നിൽക്കണ ഇയാൾക്ക് ഭയങ്കര പേടിയാണ്. അത് കാരണം എനിക്ക് ഇവരുടെ അടുത്തോട്ട് പോകാൻ പേടിയാണ്. വെച്ചാൽ അവരെ നമ്മൾ വെറുതെ പേടിപ്പിക്കണ്ടല്ലോ, അവർക്കൊരു ടെൻഷനും ഉണ്ടാക്കണ്ട, അവർ സ്വൈരമായിട്ട് അവിടെ നിന്ന് കഴിച്ചോട്ടെ എന്നെനിക്കിങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. വെറുതെ എന്നെ പേടിക്കുന്നുണ്ട്. ഞാൻ സ്നേഹമായിട്ടാണ് ഇരിക്കുന്നത്, ഞാൻ ഒച്ചെടുക്കാറൊന്നുമില്ല. ഇതൊക്കെ ഈ ട്രാക്ടറിൻ്റെ ഓരോ പാർട്ടിലാണ് കെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ, ഓരോന്നിനും ഉള്ളതെന്നുള്ളതാണ്. ഏതോ ഓരോ പോർഷനാണ്. പിന്നെ ഇവരുടെ തന്നെ ഒരു പിൻഗാമി ഇതെവിടെ തലമുറ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. അത് അയാളെയും കാണിച്ചേക്കാം. ഇത് രസമായിരിക്കണമെന്നൊക്കെ എൻ്റെ കയ്യിലൊന്നുമില്ല കൊടുക്കാൻ, അല്ലെങ്കിൽ ഞാൻ വല്ലതൊക്കെ കൊടുത്ത് സ്നേഹിച്ചതിന് വല്ല ഇലകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. ഇവിടെയും കുറച്ച് മേളിലോട്ടൊക്കെ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതും ഒരു നല്ല തൊഴുത്താണെന്ന് തോന്നുന്നു. ഇവരൊക്കെ നല്ലതായിട്ട് എല്ലാ വീടുകളിലും പശു ഉണ്ടാകും കേട്ടോ. പണ്ടൊക്കെ ഞാൻ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, അപ്പം എന്തിനാ ഇങ്ങനെ പശു എല്ലാ വീടുകളിലും. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നല്ല എരുമപ്പാലൊക്കെ നന്നായിട്ട് കിട്ടുമായിരുന്നു, പശുവിൻ്റെയും ഉണ്ടാവും. അപ്പോൾ പറയണത്
പെട്ടെന്ന് ഷോർട്ടേജ് ഒന്നും വരാതിരിക്കാൻ ഇവിടെ വില്ലേജിൽ വാങ്ങാനൊന്നും കിട്ടില്ലല്ലോ. ആ സമയത്ത് നമുക്ക് വീടുകളിൽ തന്നെ ഇത് വെച്ചിരിക്കും. അല്ലാതെ ടൗൺ പോലെ ഒരു പാക്കറ്റ് പാലൊക്കെ മേടിക്കാൻ പറ്റില്ല. അത് കാരണം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കുറവും വെക്കരുതെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതായത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. ജീവിതത്തിന്, ആഹാരത്തിനോ നമ്മൾ കിടക്കാനുള്ള ബെഡുകളോ കട്ടിലുകളോ സ്ഥലത്തിനോ ഒന്നിനും ഒരു കുറവില്ല. അങ്ങനത്തെ ഒരു ഇതാണ് അവർ നോക്കുന്നത്. എല്ലാം ഉണ്ടാവും. നല്ല പശു ഉണ്ടെങ്കിൽ, പാലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും അവർ ശരിക്കും നല്ല തൈരും അത് കടഞ്ഞ് വെണ്ണ ശരിക്കും ഉണ്ടാവുമായിരുന്നു. എൻ്റെ ഇവിടുത്തെ അമ്മയൊക്കെ എപ്പോഴും നല്ല വെണ്ണ എടുത്ത് വയ്ക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നെയ്യും ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. നല്ല ധാരാളമായിട്ട് ഇങ്ങനെ വെള്ളവും ഒരു കുറവില്ല. നല്ല വെള്ളമാണ്. അങ്ങനെ നല്ല ജീവിതം നല്ലതായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അല്ലാതെ കുറേ കൂട്ടി വയ്ക്കുക, അത് വേണം ഇത് വേണം, ആഡംബരത്തിലേക്കല്ല. ഇതിലേക്കാണ് കൂടുതലും എല്ലാവരും നന്നായിട്ട് നോക്കുന്നത്. നല്ല ആഹാരം, നല്ല സ്വൈരമായിട്ടുള്ള ജീവിതം, നല്ല സുഖവാസം. അത് ഞാനിവിടെ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും എൻജിനീയറിങ് കഴിഞ്ഞാലും ഇതൊക്കെ നോക്കി നടക്കുന്നവരെ കുറേ പേര് ഈ വില്ലേജിലുണ്ട് കേട്ടോ. നല്ല പഠിച്ച പയ്യന്മാരൊക്കെ തന്നെ അവർക്ക് ഉണ്ട്, ജീവിക്കാനുള്ളതുണ്ട്. അതും വെച്ച് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ ഇതുപോലെ നമ്മളെ ജീവിത ശൈലികളെല്ലാം കാണിക്കുന്നുണ്ട്, ഈ നാടൻ ജീവിത ശൈലികൾ. അപ്പം നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്ത് എൻജോയ് ചെയ്ത് കാണുക, ലൈക്ക് ഇടുക. ഞാനപ്പം എനിക്ക് ഈ ലൈക്കൊക്കെ കാണുമ്പോൾ ഇത്രയൊക്കെ വന്നിട്ടുണ്ടോ നമ്മൾ ചെയ്യുന്ന ഈ രാവിലെ ഈ പ്രവൃത്തിക്ക് എന്നുള്ളത് വലിയ സന്തോഷമാണ്. അപ്പോൾ എനിക്കിവിടെ നെറ്റൊക്കെ തീരെ കുറവാണ്. എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും പഠിക്കണതേ ഉള്ളൂ. അത് കാരണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ഫ്രണ്ട്സ്. പശു നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ? ഇത് കണ്ട് നമുക്കും സന്തോഷമായിട്ട് ജീവിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.